നമ്മുടെ നാട്ടിലെയൊക്കെ ഹോസ്റ്റലുകൾ പൊതുവെ പെൺകുട്ടികൾക്കും യുവതികൾക്കുമൊക്കെ വളരെ സേഫാണ് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു വിചാരം. പക്ഷെ അതങ്ങനെയല്ല എന്ന് സൂചിപ്പിക്കുന്ന ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായി. അതിലെ ഈ ഒരു പ്രതിയുടെ കുറച്ച് വിശദാംശങ്ങൾ കൂടിയൊക്കെ പുറത്തു വന്നു എന്ന് കേൾക്കുന്നു. എന്താണ് ശരിക്കും സംഭവം എന്തായിരുന്നു? ഈ കഴക്കൂട്ടത്ത് ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന യുവതി, ആ യുവതി ജോലി കഴിഞ്ഞിട്ട് 17-ാം തീയതി ഹോസ്റ്റലിൽ വന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്താണ് പുലർച്ചെ 2 മണിയൊക്കെ ആയപ്പോൾ ഒരാൾ കതക് തള്ളി തുറന്ന് കയറി ഈ കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുന്നു. അപ്പോൾ ലൈംഗികമായി ഉപദ്രവിക്കുന്നു. അങ്ങനെ ഈ യുവതി ചാടി എഴുന്നേറ്റ് ബഹളം ഉണ്ടാക്കി അയാൾ രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ ആരാണിത് ചെയ്തതെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തതയില്ല. കാരണം ഈ ആളിൻ്റെ മുഖം ഈ യുവതി കണ്ടിരുന്നില്ല. ആ ഹോസ്റ്റലിൽ CCTV ഉണ്ടായിരുന്നില്ല. ഇയാൾ മധുര സ്വദേശിയാണ്, തമിഴ്നാട് മധുര സ്വദേശി ബെഞ്ചമിൻ. ഇയാൾ തമിഴ്നാട്ടിൽ നിന്ന് യഥാർത്ഥത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ വരുന്നത്. ഇയാളെ പോലീസ് പിടിച്ചപ്പോൾ ഇയാൾ പറഞ്ഞ കാര്യം, കേരളം എനിക്ക് ഇഷ്ടപ്പെട്ടു, വീണ്ടും വീണ്ടും വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇയാൾ പറഞ്ഞത്. തമിഴ്നാട്ടിലെ ഒരു കൊടിയ കുറ്റവാളിയാണ് ബെഞ്ചമിൻ. തമിഴ്നാട്ടിൽ തെരുവിൽ കിടന്നുറങ്ങുന്ന സ്ത്രീകൾ അവരെ ലൈംഗികമായി ഉപദ്രവിക്കുക എന്നുള്ളതാണ് ഇയാളുടെ പ്രധാനപ്പെട്ട ക്രൂരവിനോദം. ഇത്തരത്തിലുള്ള ആദ്യത്തെ ക്രൈം അല്ല. അയാൾ ഒരു ബോൺ ക്രിമിനലാണ്. അതുകൊണ്ട് ഇയാളുടെ ഒരു മോഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഇയാൾ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ കേരളത്തിൽ വന്നു. തോന്നയ്ക്കൽ ഉള്ള ഒരു ഗാരേജിലേക്ക് സാധനങ്ങളുമായിട്ടാണ് ഇയാൾ ഇവിടെ വരുന്നത്. വന്നു കഴിഞ്ഞിട്ട് ഈ വണ്ടി റോഡ് സൈഡിൽ ഒതുക്കിയിട്ടിട്ട് അവിടെ മദ്യപിച്ചു, വെള്ളമൊഴിച്ചു. ലോറി ഡ്രൈവറാണ് ബെഞ്ചമിൻ. മദ്യപിച്ചതിന് ശേഷം ഇയാൾ അടുത്ത് കണ്ട വീടുകളിൽ മോഷ്ടിക്കാനായിട്ടാണ് ഇയാൾ ആദ്യം ശ്രമിക്കുന്നത്. 3 വീടുകളിൽ മോഷ്ടിക്കാനുള്ള ശ്രമം നടത്തി. അതിനു മുമ്പ് തന്നെ ഇയാളുടെ മുഖം, അതാണ് ഞാൻ പറഞ്ഞത്, ഇയാളൊരു ബോൺ ക്രിമിനലാണ്. ഇയാളുടെ മുഖം CCTVയിൽ പതിയാതിരിക്കാൻ വേണ്ടി ഇയാൾ കുടയെടുത്തു. സമീപത്തെ വീട്ടിൽ നിന്ന് കുടയെടുത്തിട്ട് ആ കുട കൊണ്ട് മുഖം മറച്ചു. എന്നിട്ടാണ് അയാൾ കയറുന്നത്. പിന്നെ ഒരു വീട്ടിൽ നിന്ന് തൊപ്പി എടുക്കുന്നു. അപ്പോൾ അതെല്ലാം എടുത്തിട്ടാണ് ഇയാൾ ഈ വീടുകളിലേക്ക് കയറുന്നത്. മറ്റൊരു വീട്ടിൽ നിന്ന് ഹെഡ്ഫോൺ എടുത്തു. അപ്പോൾ അതെല്ലാം എടുത്തിട്ടാണ് നടത്തം. അപ്പോൾ തൊപ്പിയുണ്ട്, ഹെഡ്ഫോണുണ്ട്, കുടയുണ്ട്, ഇതെല്ലാമായിട്ടാണ് ഇയാൾ വരുന്നത്. അങ്ങനെ ആ മോഷണ ശ്രമം പരാജയപ്പെട്ടു. അവിടുന്ന് പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് നടന്നു വന്നപ്പോൾ ഈ ഹോസ്റ്റലിൽ വെളിച്ചം കണ്ടു. അങ്ങനെ ഹോസ്റ്റലിൽ മോഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഹോസ്റ്റലിലും കയറുന്നത്. കതവ് ഈ യുവതി അവിടെ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ ആ മുറിയിൽ. അങ്ങനെ കതവ് തള്ളി തുറന്ന് അവിടെ കയറിയാണ് ഇയാൾ ഈ യുവതിയെ ലൈംഗികമായി ഉപദ്രവിക്കുന്നത്. ലൈംഗികമായി ഉപദ്രവിച്ചതിന് ശേഷം ഇയാൾ നേരെ ആറ്റിങ്ങൽ ഭാഗത്തേക്കാണ് പോകുന്നത്. ആറ്റിങ്ങൽ ഭാഗത്തേക്ക് പോയിട്ട് അവിടുന്ന് മധുരയിലേക്ക് കയറുന്നു. പക്ഷേ അതിനു മുമ്പ് ഒരു 3 മണിക്കൂറോളം സമയം ഇയാൾ ഈ സ്റ്റേഷൻ പരിസരത്ത് തന്നെ കറങ്ങി നടന്നിരുന്നു. ഈ പീഡിപ്പിച്ചതിന് ശേഷം, ഉപദ്രവിച്ചതിന് ശേഷം അവിടെ തന്നെ കറങ്ങി നടന്നിരുന്നു. പോലീസ് കോൺഫിഡൻസ് ആണ് പിടിക്കപ്പെടില്ല ഇയാൾ പറയുന്നുണ്ട്. ഇയാൾ ഒരിക്കലും കാരണം തമിഴ്നാട്ടിൽ ഇത്രയും കേസുണ്ട്. അപ്പോൾ അവിടെയൊന്നും അങ്ങനെ പിടിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ പോലീസാണ് ആദ്യമായിട്ട് പോയിട്ട് ഇയാളെ പൊക്കുന്നത്. അപ്പോൾ ആ പിടിക്കപ്പെടില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഇയാൾ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടുന്ന ആ പരിസരത്ത് തന്നെ ഇയാൾ കറങ്ങി നടക്കുന്നു. അപ്പോൾ ഈ യുവതി പേടിച്ച് നിലവിളിച്ചപ്പോഴാണ് ഇയാൾ ഓടിപ്പോയിട്ട് പിറ്റേന്ന് യുവതി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ ആദ്യം ഇയാളെക്കുറിച്ച് വ്യക്തമായൊരു തുമ്പുണ്ടായിരുന്നില്ല. കാരണം യുവതിക്ക് ആരാണെന്ന് അറിയില്ല. ഒരു അജ്ഞാതനായ ഒരാൾ രാത്രിയാണ്, കാണാൻ പറ്റിയില്ല, ആരാണെന്ന് വ്യക്തതയില്ല. അങ്ങനെ പോലീസ് അന്വേഷിച്ചു. CCTV ഒക്കെ പരിശോധിച്ചപ്പോഴാണ് ഈ സ്റ്റേഷന് സമീപത്തെ ATM കൗണ്ടറുണ്ട്. അത് പോലീസ് സ്റ്റേഷന് സമീപത്തെ ATM കൗണ്ടറിലെ നിരീക്ഷണ ക്യാമറയിൽ നിന്നാണ് ഇയാളുടെ മുഖം കിട്ടുന്നത്. അപ്പോൾ സ്റ്റേഷൻ പരിസരത്ത് തന്നെ ഇയാൾ ഈ ക്രൈം ചെയ്തതിന് ശേഷം അവിടെ ചുറ്റി നടന്നു. കാരണം മോഷ്ടിക്കാൻ ശ്രമം നടത്തുന്നു, അത് കഴിഞ്ഞ് യുവതിയെ പീഡിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇയാൾ ആറ്റിങ്ങൽ വഴി മധുരയിലേക്ക് പോകുന്നത്. അപ്പോൾ തുടക്കത്തിൽ അജ്ഞാതനായ ഒരാൾ ഈ ഹോസ്റ്റലിൽ കയറിയിട്ട് യുവതിയെ പീഡിപ്പിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത്. അപ്പോൾ ആരാണെന്നൊന്നും ആർക്കും അറിയാൻ വയ്യ. അങ്ങനെ പോലീസ് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ CCTV ദൃശ്യം വെച്ചിട്ട് അന്വേഷിച്ചു തുടങ്ങിയപ്പോഴാണ് ഇയാളെ മധുരയിൽ നിന്ന് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്. മധുരയിൽ ഇയാൾ പോലീസ് വരുന്നത് കണ്ടിട്ട് അവിടെ ഒരു കുറ്റിക്കാട്ടിൽ പിന്തുടർന്നാണ് പോലീസ് പിടിക്കുന്നത്. പലപ്പോഴും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് പോയി ഇപ്പോൾ ഈ അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്നതൊക്കെ കുറ്റവാളികളുണ്ടല്ലോ, അവർക്കൊക്കെ ഒരു തോന്നലെന്ന് പറഞ്ഞാൽ അവരൊരിക്കലും പിടിക്കപ്പെടില്ല, നാട്ടിലേക്ക് വിട്ടുപോയി പോലീസ് പുറകിൽ വരില്ല. കാരണം ഇവിടുത്തെ നമ്മുടെ ഗ്രാമം എന്ന് പറയുന്നതല്ലല്ലോ അവരുടെ ഗ്രാമം. ഒരു കുറച്ചുകൂടെ
ഇത്രയും സംവിധാനങ്ങളൊന്നും അവിടെ ഇല്ല. അപ്പോൾ അവിടെ താമസിക്കുന്ന ആളുകളുടെ ധാരണ പോലീസ് അവിടെ ഒരു കാരണവശാലും തിരക്കി വരില്ല. ഇപ്പോൾ ഉത്തർപ്രദേശിലായാലും അല്ലെങ്കിൽ ആസാമിലായാലും നമ്മുടെ ഏരിയയിൽ നമ്മൾ തപ്പി വരില്ല എന്നൊരു തപ്പി വരില്ല എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ അങ്ങോട്ട് പശ്ചിമ ബംഗാൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ, എന്തിനാ തമിഴ്നാട്ടിൽ തന്നെ ഈ തിരുട്ട് ഗ്രാമങ്ങൾ അവിടെയൊക്കെ ചെല്ലില്ല ചേട്ടൻ പറയുന്നതിന് മുന്നേ മനസ്സിൽ വന്ന കാര്യം അത്തരം ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യുന്ന അതേ ജോലികൾ ചെയ്യുന്ന ഒരുപാട് ഗ്രാമങ്ങൾ സമാന്തരമായിട്ടുണ്ട്. അവിടെയൊന്നും പോലീസ് കയറില്ല എന്നാണ് ഇവരുടെ ധാരണ. പക്ഷെ കേരളത്തിലെ പോലീസ് അവിടെ എല്ലാം കയറിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ബെഞ്ചമിനും ധരിച്ചു വെച്ചിരുന്നത്. അങ്ങനെയാണ് ബെഞ്ചമിനും അവിടെ നിന്ന് നേരെ മധുരയിലേക്ക് സ്വന്തം ലോറിയിൽ അദ്ദേഹമല്ല അയാൾ വിശേഷണത്തിന് അർഹനല്ല. അതെ അയാൾ പോകുന്നു. അയാൾ പറഞ്ഞിട്ടുള്ളത് ഈ തെരുവിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെരുവിൽ കഴിയുന്ന സ്ത്രീകളെ ഉപദ്രവിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ. അപ്പോൾ എന്തായാലും പോലീസിനെ കണ്ട് ഇയാൾ കയറി ഓടി. പിന്തുടർന്ന് അടുത്തെത്തിയപ്പോൾ ഓടി അവിടുന്ന് കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നു. ആ കുറ്റിക്കാട്ടിൽ നിന്നാണ് ബെഞ്ചമിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. തുടക്കത്തിൽ ഇയാളുടെ പേര് പോലീസ് പുറത്തു വിട്ടിരുന്നില്ല. കാരണം ഈ യുവതി ഇയാളെ തിരിച്ചറിയാതിരുന്നതുകൊണ്ട് അതിന് തിരിച്ചറിയൽ പരേഡ് ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് പേര് പുറത്തു വിട്ടിരുന്നില്ല, ഇയാളുടെ രൂപവും പുറത്തു വിട്ടിരുന്നില്ല. ഇങ്ങനെയുള്ള ക്രിമിനലുകൾ ഇയാൾ ആദ്യമായിട്ടാണ് ഈ കേരളത്തിൽ വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ട് വരികയാണ്. ആദ്യമായിട്ട് വന്നിട്ട് തന്നെ വീടുകളിൽ മോഷ്ടിക്കാൻ കയറി, ഹോസ്റ്റലിൽ മോഷ്ടിക്കാൻ വേണ്ടി കയറി എന്ന് പറഞ്ഞ് അവിടെ ഒരു യുവതിയെ പീഡിപ്പിക്കുന്നു. അപ്പോൾ ഇയാളുടെ ധാരണ ഹോസ്റ്റലിൽ CCTV ഉണ്ടെന്നുള്ള ധാരണയിലാണ് ഈ മുഖമൊക്കെ മറച്ചു വരുന്നത്. ഹോസ്റ്റലുകൾ മിക്കതും ഈ പേയിങ് ഗസ്റ്റുകളാണല്ലോ. പേയിങ് ഗസ്റ്റ് ആയിട്ടുള്ള സംവിധാനത്തിലാണ് പലയിടങ്ങളിലും. ട്രിവാൻഡ്രം ആയാലും എറണാകുളം ആയാലും കോഴിക്കോടായാലും ഒക്കെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം എല്ലായിടത്തും പേയിങ് ഗസ്റ്റുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അവിടെയൊന്നും ഇത്തരം ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന അവിടെയൊന്നും ഇത്തരം സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ല എന്നുള്ളതാണ്. ഒരു യുവതി വളരെ സുരക്ഷിതയാണെന്ന് കരുതി അവിടെ കിടന്നുറങ്ങുകയാണ് ജോലി കഴിഞ്ഞിട്ട്. അപ്പോഴാണ് ഒരാൾ ആരാണെന്ന് പോലും അറിയാത്ത, ഈ നാട്ടിലൊന്നും ഇല്ലാത്ത ഒരാൾ അവിടെ കയറി പറ്റി അവിടെ പീഡിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെയൊക്കെ CCTV വെക്കണം എന്നിപ്പോൾ പോലീസ് ഇപ്പം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ നേരത്തെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി CCTV ഉള്ള ഇടങ്ങളിലാണെങ്കിൽ അത് വർക്ക് ചെയ്യത്തില്ല. പണം വാങ്ങുന്നതിൻ്റെ ഒരു ഉത്തരവാദിത്തമില്ലായ്മയും കൂടിയാണത്. ചോദിക്കുന്ന പണം എണ്ണിക്കൊടുത്താണല്ലോ അവരൊക്കെ അവിടെ താമസിക്കുന്നത്. ഒരു മിനിമം സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ CCTVക്ക് അടിസ്ഥാന സൗകര്യങ്ങളായിട്ട് നൽകേണ്ടതാണ്. പിന്നെ സുരക്ഷ ഒരുക്കി കൊടുക്കേണ്ടതാണ്. പ്രത്യേകിച്ച് യുവതികൾ, ഈ സ്ത്രീകൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഇടങ്ങളിൽ ഒരു സെക്യൂരിറ്റി സംവിധാനം എങ്കിലും അവിടെ ഒരുക്കണം. അത് ഒരുക്കാതിരിക്കുന്നതുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ ധൈര്യമായിട്ട് അവിടെ വെളിച്ചം കണ്ടു. ആ വെളിച്ചം കണ്ട ഇടത്തേക്ക് അയാൾ ചാടി കയറുന്നു. അപ്പോൾ അവിടെ ഒരു യുവതിയാണ് കിടന്നുറങ്ങുന്നതെന്ന് കാണുന്നു. അപ്പോൾ മോഷണം എന്നുള്ളത് ആ മൈൻഡ് മാറുന്നു, മനസ്സ് മാറുന്നു. പിന്നെ ആ യുവതിയെ പീഡിപ്പിക്കുന്നു. അപ്പോൾ ഇയാൾ ഈ പണ്ട് ഇതുപോലെയാണ് തമിഴ്നാട്ടിൽ 3 കൊല ചെയ്തിട്ട് ഒരുത്തൻ ഇവിടെ വന്നപ്പോഴാണ് ആ പിന്നെ നമ്മുടെ ആ ചെടിയൊക്കെ വിൽക്കുന്ന ഇടത്ത് ഒരു യുവതി അവിടെ നിൽക്കുന്നു. അപ്പോൾ ആ യുവതി അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഈ യുവതി മാല ഇട്ടിട്ടുണ്ട്. ആ മാല മോഷ്ടിക്കാൻ വേണ്ടി ഇയാൾ കയറിയതാണ്. മാല മോഷ്ടിക്കാൻ വേണ്ടി കയറി ആ യുവതിയെ കുത്തിക്കൊല്ലുന്നു, എതിർത്തപ്പോൾ കുത്തിക്കൊന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ക്രിമിനലുകൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട്. ഈ വരുന്ന ക്രിമിനലുകളെയൊക്കെ പക്ഷേ നമ്മുടെ പോലീസ് പിടിക്കുക. അവിടുത്തെ പോലീസ് വരെ ഒന്നും അവിടെ നിന്നൊക്കെ ഇത് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് ചാടി വരും. ഇവിടെ സുരക്ഷിതമാണെന്നൊക്കെ പറഞ്ഞ് ചാടി വരുന്ന കുറേ ആളുകളുണ്ട്. പിന്നെ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ, ചില ആളുകൾ അവിടെ ക്രിമിനൽ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുത്തിട്ട് ഇവിടെ വരുന്ന ചെയ്തിട്ട് പങ്കെടുത്തിട്ടല്ല ചെയ്തിട്ട് നമ്മൾ പങ്കെടുത്ത സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരെ ഇപ്പോൾ അതിലൊക്കെ അത് ചെയ്തിട്ട് ഇവിടെ വരുന്ന ആളുകൾ ഇവിടെ ആകുമ്പോൾ സുരക്ഷിതമാണെന്ന് വിചാരിച്ചാൽ പിന്നീട് അവരുടെ ആ മനസ്സ് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിനൊരു സാഹചര്യം വരുമ്പോൾ അവർ അത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. അവിടെ ഇങ്ങനത്തുള്ള സമാനമായിട്ടുള്ള പീഡനങ്ങളും മോഷണങ്ങളും ഒക്കെ തൊഴിലാക്കിയ ബെഞ്ചമിന് നമ്മുടെ കേരള പോലീസിന്റെ വലയിൽപ്പെട്ടു അല്ലേ? അതെ, കേരള പോലീസിനെ പിന്നെ തോൽപ്പിക്കാൻ, അല്ലെങ്കിൽ കേരള പോലീസ് ഒരിക്കലും പിടിക്കില്ല എന്നാണ് ബെഞ്ചമിൻ അതുകൊണ്ടാണ് പറഞ്ഞത് വീണ്ടും കേരളത്തിലേക്ക് വരാനായിരുന്നു പദ്ധതി. കേരളം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ബെഞ്ചമിൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് പോലീസ് പറഞ്ഞത് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടെ പോരെ, വരൂ നമുക്കിവിടെ കുറച്ചാൾ കഴിയാം, കുറച്ചാൾ സുഖമായിട്ട് ഇവിടുത്തെ ഭക്ഷണം, ജയിലിലാകുമ്പോൾ നല്ല ഭക്ഷണമൊക്കെ ഉണ്ട്, ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ കഴിയാം. അങ്ങനെ ബെഞ്ചമിൻ ഇവിടെ ഉണ്ട് ഇപ്പോൾ. ശരി.